വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നതുവഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഓർമ്മിക്കുക, ദൈവം എല്ലാവരിൽ നിന്നും ഫലം കാത്തിരിക്കുന്നു. സഭയിലെ വിളിയും തിരഞ്ഞെടുപ്പും തായ്തണ്ടായ മിശിഹാനാഥനോട് ചേർന്ന് നിൽക്കുവാനാണ്. ചേർന്നു നിൽപ്പിലെ ജീവരസത്തിന്റെ ചലനാത്മകമായ പ്രവാഹം നടക്കൂ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഫലം പുറപ്പെടുവിക്കുവാൻ പര്യാപ്തമായ ജീവിതവും സാധ്യതകളും സാഹചര്യങ്ങളും ചേർത്ത് നിർത്തുവാനും അവയോട് ചേർന്ന് നിൽക്കുവാനും സഭാമക്കൾ കടപ്പെട്ടവരാണ്. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഫലം പുറപ്പെടുവിക്കാനുള്ള ഏക മാർഗം ഈശോയിൽ വസിക്കുക എന്നതാണ്. കൈത്താക്കാലത്തെ ചൊവ്വാഴ്ചയിലെ റംഷ നമസ്കാരത്തിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: അങ്ങേ പ്രിയപുത്രനെ പോലെ പ്രമാണങ്ങളെ കൃത്യമായി അനുസരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങേ തിരുക്കുമാരനിൽ വസിച്ചുകൊണ്ട് സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ. ദൈവപ്രമാണങ്ങൾ കൃത്യമായി പാലിക്കുന്നവരാണ് ഈശോയിൽ വസിക്കുന്നവരും അവിടുന്ന് ആഗ്രഹിക്കുന്ന ഫലം സഭയിൽ പുറപ്പെടുവിക്കുന്നവരും. നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കൽപ്പനകൾ പാലിക്കുന്നവൻ ഈശോയുടെ സ്നേഹത്തിലാണ് നിലനിൽക്കുന്നത്. സ്നേഹത്തിന്റെ ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് സ്നേഹമാകുന്ന ജീവരസം വലിച്ചെടുത്ത് നാം ഫലം പുറപ്പെടുവിക്കുന്നു. ഇപ്രകാരം ഫലം പുറപ്പെടുവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അരുവികളതിനരികിൽ വളരുമൊരു തരുവായി യേശുവേ നിന്നിൽ ഞാൻ വളരാൻ. ആത്മാവിൻ ഫലങ്ങൾ സമൃദ്ധമായി നിറയാൻ നദിയായി ഒഴുകണം നാഥാ. ഇരുവേലിൻ ചൂടേറ്റുവാടാതെ നിൽക്കാം തണൽ മേഘമായി നീ എന്നരികിൽ വേണം. ഇരുളാർന്ന രാത്രി തൻ ഭയമേശിടാതെ കുളിർ നിലാവായി എന്നെ തഴുകിടണം. ഇലവാടാതെ ഫലം കായ്ക്കുവാൻ പെയ്യണം കുളിർ മഴയായി. അരുവികളതിനരികിൽ വളരുമൊരു തരുവായി യേശുവേ നിന്നിൽ ഞാൻ വളരാൻ.
പ്രതാപം എന്നിൽ എരിയുന്ന നേരം ലോകം അതിന്റെ മോഹം എന്നിൽ വളർന്നിടും നേരം നീറും ആത്മാവിൻ തീയണച്ചിടാൻ യേശുവേ നിൻ വചനപ്പേണം മഴയായി നല്ല ഫലങ്ങളാൽ എന്നാത്മം നിറയാൻ നിന്നാലയത്തിൻ്റെ നടുത്തലയാവാൻ നൽകിയിടുന്നേ എന്നേശുവേ പൂർണ്ണമായി സമർപ്പിക്കുന്നേ ദേവാ നിന്നിൽ ചേരാ നിന്നിൽ വളരാ കേകിടുന്നെൻ പ്രാണനേ നാഥാ അരുവികളതിനരികിൽ വളരുമൊരു നൽതരുവാൻ യേശുവേ നിന്നിൽ ഞാൻ വളരാൻ തമസിൻ ഘോരമരുവിൽ മരണത്തിൻ നിഴലാർന്ന വഴിയിൽ അകലും ലോകരെല്ലാം പകൽ മാറിയിരുൾ മൂടും നേരം അലിവാർന്ന നിൻ സ്നേഹം അകലാതെ എന്നും അരികിലായി തഴുകുമ്പോൾ ഭയമില്ലാതെല്ലും യേശുവേ നിൻ മൊഴികൾ ജീവനായി എന്നും പഥികനാമെൻ പാതെ ദീപമായി ദിനവും നിൻ സാന്നിധ്യം മതിയേശുവേ നിർഭയം നിലനിന്നിടാൻ നിത്യം നിന്നിഴലിൽ വസിച്ചിടുവാൻ നിൻ പാതേ ഗമിച്ചിടുന്നേ നാഥാ അരുവികളതിനരികിൽ വളരുമൊരു നൽതരുവാൻ യേശുവേ നിന്നിൽ ഞാൻ വളരാൻ ആത്മാവിൻ ഫലങ്ങൾ സമൃദ്ധമായി നിറ